സന്തോഷ്, അതുപോലെ തന്നെ സമീപത്തുള്ള വീടുകളിലും ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ആ വീട്ടുകാർ എന്താണ് പറയുന്നത്? ഇത് പുലർച്ചെ 2 മണിക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് തന്നെ അതേസമയം ഒരുപാട് ഭയം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സമീപവാസികൾ എന്താണ് പറയുന്നത്? ആ ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എപ്രകാരമാണ്? വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വൻ ശബ്ദത്തോടു കൂടിയുള്ള പൊട്ടിത്തെറി സ്ഫോടനമാണ് ഉണ്ടായത്. ഈ സ്ഫോടന ശബ്ദം കേട്ടാണ് തൊട്ടടുത്തുള്ള ആളുകളിൽ ഉണർന്നത്. കാരണം പുലർച്ചെയായിരുന്നു, 2 മണിയോട് കൂടിയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഈ വീടിന് തൊട്ടടുത്തുള്ള ചില വീടുകളുടെ ചുമരുകൾക്കാണ് വിള്ളലുകൾ വീണിട്ടുള്ളത്. ഏതായാലും ഈ വീടിനകത്ത് ഇപ്പോൾ 2 പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇതിനോടകം പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല. ഏതായാലും വലിയ പോലീസ് സംഘം തന്നെ സ്ഥലത്തുണ്ട്. അക്കാര്യത്തിൽ വൈകാതെ വ്യക്തത വരും എന്നാണ് മനസ്സിലാകുന്നത്. സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ നിലവിൽ പോലീസും ഫയർഫോഴ്സും അടക്കം അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? തീർച്ചയായും കൂടുതൽ പോലീസ് സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ഈ വിവരമറിഞ്ഞ് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഏത് സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല. ബോംബ് നിർമ്മാണമാണോ എന്നുള്ള തരത്തിലുള്ള ചില സംശയങ്ങൾ മാത്രമാണ് ഉള്ളത്. അതേസമയം തന്നെ മറ്റേതെങ്കിലും ഈ ചില സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കൂടി അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് അവിടെ സ്ഫോടനം നടന്ന വസ്തു എന്താണ്, ബോംബാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുവാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ. സന്തോഷ്, ശരീരഭാഗങ്ങളടക്കം ചിന്നിച്ചിതറിയ നിലയിലാണ് കാണപ്പെടുന്നത്. ഒരു വീടിന്റെ ഭാഗം പൂർണ്ണമായും ഇത്തരത്തിൽ സ്ഫോടനത്തിൽ തകരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരിശോധനയിലാണ് ഇനിയുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കുക, അല്ലേ സന്തോഷ്? തീർച്ചയായും ഇനി കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരും. കാരണം ഇവിടെ ഈ ശരീരഭാഗങ്ങളെല്ലാം ചിതറിയ നിലയിലാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത, മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ എത്ര പേരാണ് എന്നുള്ള കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തത വരാനുണ്ട്. അത് പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയതിനു ശേഷമായിരിക്കും അക്കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഈ സ്ഫോടക വസ്തു ഏതാണ്, പൊട്ടിത്തെറിച്ച വസ്തു എന്താണ്, ബോംബ് തന്നെയാണോ, ബോംബ് നിർമ്മാണം നടക്കുമ്പോഴാണോ പൊട്ടിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ട്. സന്തോഷ്, സ്വാഭാവികമായിട്ടും വാടക വീട്ടിനുള്ളിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവും സ്വാഭാവികമായിട്ട് പ്രദേശവാസികൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാടക വീട്ടിനുള്ളിൽ താമസിക്കുന്നവരുടെ കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറയുന്നത്? അവർ പയ്യന്നൂരിലൊരു കട നടത്തുന്നു, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് ഇതുവരെ ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ നൽകിയിട്ടില്ല. കാരണം 2-3 കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. ഒന്ന്, സ്ഫോടനം നടന്ന വീടിനകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് കാര്യത്തിൽ വ്യക്തത വരാറുണ്ട്. അവർ ആരാണ് വീട്ടിലുണ്ടായിരുന്നവർ, അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഫോടനം നടന്ന വസ്തു എന്താണ്, അത് ബോംബ് നിർമ്മാണത്തിനിടെയാണോ ഉണ്ടായത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുവാണോ പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ഏതായാലും ഈ പുലർച്ചെയുള്ള സമയമായതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനകളും ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതിനായി അവിടേക്ക് കൂടുതൽ ഈ ബോംബ് സ്ക്വാഡും കൂടുതൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പ്രദേശവാസികൾക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. കാരണം അവിടെ ആരാണ് ഈ വീട്ടിൽ, വാടക വീടായതുകൊണ്ട് തന്നെ ആരാണ് അവിടെ താമസിച്ചിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത കുറവുണ്ട്. ആ കാര്യങ്ങളിൽ ഈ പോലീസ് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ മനസ്സിലാക്കുന്നത് ഈ സ്ഫോടനം 2 മണിയോടുകൂടിയാണ് ഉണ്ടായത്. വലിയ ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത്. പ്രദേശവാസികൾ ശബ്ദം കേട്ടാണ് ഈ സ്ഫോടനം നടന്ന കാര്യം തിരിച്ചറിയുന്നത്. അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഈ വീട് തകർന്ന നിലയിലായിരുന്നു. അതോടൊപ്പം തന്നെ
ചില സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും ശരീരഭാഗങ്ങളും പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്നത് കാണുന്നുണ്ട്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും പിന്നാലെ തന്നെ കണ്ണപുരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ചെയ്തിരിക്കുകയാണ്. പ്രദേശത്ത് ഇപ്പോഴും പരിശോധന നടന്നു വരികയാണ്. ശ്രീദേവി. സന്തോഷ്, സമീപത്തുള്ള വീടുകൾക്കും ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരുടെ ആരോഗ്യനിലയിലൊന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ആ പ്രദേശത്തുള്ള മറ്റുള്ള ആർക്കും പരിക്കേൽക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. പക്ഷെ തൊട്ടടുത്തുള്ള വീടുകളുടെ ചില ചുമരുകൾക്ക് നേരിയ വിള്ളൽ വീണിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. മറ്റ് തരത്തിലുള്ള അപകടങ്ങളൊന്നും മറ്റു പ്രദേശത്തെ മറ്റുള്ളവർക്ക് സംഭവിച്ചിട്ടില്ല. അതേസമയം ഈ വീട്ടിൽ സ്ഫോടനം നടന്ന വീട്ടിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല. അതാണ് ഇനി കൃത്യമായും അറിയാനുള്ളത്. കാരണം ഈ വലിയ സ്ഫോടനമായതുകൊണ്ട് തന്നെ എല്ലാം ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിലൊരു പ്രാഥമികമായി പയ്യന്നൂരിൽ ഒരു കടയെ നടത്തുന്ന രണ്ടുപേരായിരുന്നു ആ വീട്ടിൽ എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഉള്ളത്. അവരെ ആ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി സ്ഥിരീകരണം വന്നിട്ടില്ല. അത് പോലീസ് അക്കാര്യം പുറത്തുവിട്ടിട്ടുമില്ല. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണവും ഇപ്പോഴും തുടരുകയാണ്. സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ മാത്രമേ, കൂടുതൽ പരിശോധനകളിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നു ഇത്തരത്തിലൊരു സ്ഫോടനത്തിന് കാരണമെന്നത്. ഇനി ബോംബ് നിർമ്മാണമാണോ അവിടെ നടന്നത്, അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നറിയാൻ ഇനി തുടർ പരിശോധനകൾ ആവശ്യമാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. സന്തോഷ്. തീർച്ചയായും ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ, കാരണം അവിടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സ്ഫോടന കാരണവും അതോടൊപ്പം തന്നെ സ്ഫോടനത്തിൽ ഉണ്ടായിരുന്ന വീടിനകത്ത് ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ചും വൈകാതെ തന്നെ വ്യക്തത ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അവിടെ ഇപ്പോൾ ഈ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ വൈകാതെ എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും എന്നുള്ളതാണ്. ഇതുവരെ ഏതായാലും പോലീസ് ഔദ്യോഗികമായ ഒരു കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. സന്തോഷ്, ബോംബ് സ്ക്വാഡ് അടക്കം ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ക്വാഡും യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ലേ? ഇതുവരെ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഏത് സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടില്ല. പക്ഷെ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് എന്നുള്ളതാണ് സ്ഫോടനത്തിന്റെ സ്വഭാവത്തിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം വലിയ സ്ഫോടനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയുള്ളൂ, അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വൻ സ്ഫോടനമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഏതാണ് സ്ഫോടക വസ്തു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമായി വരും. അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എത്താവുകയുള്ളൂ. ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിൽ ഉണ്ടായിട്ടുള്ള വീടിനകത്ത് ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും അവരുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീടിനുള്ളിൽ സ്ഫോടനം നടന്നത് പുലർച്ചെ 2 മണിക്കാണ്. സ്ഫോടനത്തിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. മാത്രമല്ല ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് കാണപ്പെട്ടത്. അതോടൊപ്പം തന്നെ സമീപത്തുള്ള വീടുകളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സമീപത്തെ വീടുകളിലെ ചുമരുകൾക്കടക്കം വിള്ളലുകൾ സംഭവിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഇനി അറിയേണ്ടത് ആരാണ് ആ വീടിനുള്ളിൽ താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസോ ബോംബ് സ്ക്വാഡോ യാതൊരു വിവരങ്ങളും പുറത്തു വിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.